ഫാദർ ടി ജി ജോൺസൺ അവരുകളെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തമായി നാം കരുതുന്ന നമ്മുടെ MP ആൻഡോ ആൻ്റണി അവരുകളെ, ലാലു അലക്സ്, എൽവിസ് ചുമാർ, മിഥുൻ, ജനറൽ കൺവീനർ മിസ് KC ജോസഫ്, സ്വാഗതം അറിയിക്കാൻ ഫാദർ ലാനി ചാക്കോ, ശേഷം വേദിയിലും സദസ്സുപോയ വൈദികരെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഏറെ നന്മകളും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാനിവിടെ വരുന്നത് ഒരു അവാർഡ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല. നിങ്ങളെയൊക്കെ കാണുക, ഒരു മനുഷ്യനെ കണ്ടാൽ മതി ദൈവത്തെ കാണാൻ നാം മലയുടെ മുകളിലേക്ക് പോകണ്ട. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ പ്രിയമുള്ളവരെ ദൈവത്തെ കാണാം. കാരണം ദൈവത്തിൻ്റെ ഛായയാണത്, ദൈവത്തിൻ്റെ ജീവനാണത്, ദൈവത്തിൻ്റെ സ്നേഹമാണത്. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ കാണാൻ, അവനിൽ ദൈവത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ പോയിട്ട് കാണപ്പെടാത്ത ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് നീ പറയുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ പറയേണ്ട എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? നമ്മൾ ഓരോരുത്തരുമാണ് പ്രിയമുള്ളവരെ ഗുഡ് ന്യൂസ്. നമ്മളാണ് സുവിശേഷം. നമ്മൾ ഓരോരുത്തരും ആകണം സുവിശേഷം. നമ്മുടെ മക്കൾക്ക്, മാതാപിതാക്കളെ, നിങ്ങളാണ് സുവിശേഷം, ഗുഡ് ന്യൂസ് ആയി മാറണം. എൻ്റെ ഒരു സുഹൃത്തിന് ഞാനൊരു ഗുഡ് ന്യൂസായി മാറണം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട MP പറയേണ്ട അവയവദാനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ഇത്രയുള്ളൂ. ഞാൻ മരിച്ചാൽ പോലും, മരിക്കുന്നത് പോലും ഒരു സുവിശേഷമായി മാറണം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനത് പറ്റുമെന്ന് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. യേശു ജനിച്ചപ്പോഴും ഗുഡ് ന്യൂസാണ്, യേശു മരിച്ചപ്പോഴും ഗുഡ് ന്യൂസാണ്, സദ്വാർത്തയാണ്. യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നു, നിനക്ക് ജീവൻ നൽകാൻ, നിനക്ക് മോചനം നൽകാൻ യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. അതുപോലെ നാം ജനിക്കുന്നതും ബർത്ത്ഡേ നല്ല ദിവസമാണ്, നാം ജീവിക്കുന്നതും നല്ല ദിവസങ്ങളാകണം, മരിക്കുന്നത് പോലും നല്ല ദിവസമായിട്ട് കരുതണം. ഗാന്ധിജി മരിച്ചു. ഗാന്ധിജിയുടെ മരണം ഈ ഭാരതം ഏതർത്ഥത്തിലാണ് സ്വീകരിച്ചത്? അതുപോലെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതും മരിക്കുന്നതും സുവിശേഷമായി മാറണം. പ്രിയമുള്ളവരെ, സുവിശേഷമായി മാറണം. നമ്മൾ ഇന്നുണ്ട് ഈ ലോകത്ത്, നാളെ ഈ ലോകത്തിൽ നമ്മളില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കൂടെയുള്ള ഒരു ആൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആരാണെന്നറിയോ? നമ്മുടെ നിഴല്. നമ്മുടെ നിഴൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആ നിഴല് നമ്മുടെ മരണമാണ്. ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ മരണമാണ്. ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നാം ഈ ലോകത്തിനൊരു ലെഗസി, ഒരു ചരിത്രം കൊടുത്തിട്ട് നമുക്ക് പോകാൻ സാധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ നീ എത്ര സമ്പാദിച്ചു എന്ന് ദൈവം ചോദിക്കില്ല, നിനക്കെത്ര മക്കളുണ്ട് എന്ന് ചോദിക്കില്ല, നിനക്കെത്ര ആരോഗ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കില്ല. നീ എന്ത് ചെയ്തു? നിനക്കൊരു ജന്മം നൽകി ഞാൻ, നിന്നെ ഒരു ഭാര്യയാക്കി, നിന്നൊരു ഭർത്താവാക്കി, നിന്നൊരു പുരോഹിതനാക്കി. നീ എന്ത് ചെയ്തു നിന്റെ ജീവിതം കൊണ്ട്? പ്രിയമുള്ളവരെ, ആ ചോദ്യത്തിന് നമ്മൾ എന്നും ഉത്തരം പറയണം. അപ്പോൾ നമുക്ക് തികഞ്ഞ ആത്മസംതൃപ്തി ഉണ്ടാകും. അതിന് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ മനുഷ്യരുടെയും മനസ്സ് നന്നാവണം. പ്രിയമുള്ളവരെ, വസ്ത്രം നന്നായിട്ട് എന്ത് കാര്യം? ഞാനൊരു പുരോഹിതനാണ്, ഈ ഉടുപ്പിട്ട് നടന്നാൽ എല്ലാവരും ഞാനൊരു അച്ഛനാണെന്ന് തിരിച്ചറിയും. പോരാ, ഈ ഉടുപ്പിനേക്കാൾ കൂടുതൽ നിറം എൻ്റെ മനസ്സിനുണ്ടാകണം. അപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുക. എൻ്റെ മനസ്സാണ് എന്നെ സന്തോഷിപ്പിക്കുക. എൻ്റെ മനസ്സിലെ കളങ്കമില്ലെങ്കിൽ, എൻ്റെ മനസ്സിലെ സ്വാർത്ഥതയില്ലെങ്കിൽ സുഖമാണ്. പ്രിയമുള്ളവരെ, അതാണ് യേശു ജനിച്ചപ്പോൾ പറഞ്ഞത്, സന്മനസ്സുള്ളവരെ നിങ്ങൾക്കൊക്കെ എപ്പോഴും സുഖം ഉണ്ടാവും എന്ന് പറഞ്ഞത്. നല്ല മനസ്സ്,
നല്ല മനസ്സിനെ കുറിച്ച് ഞാൻ ഒന്ന് ചിന്തിച്ചോട്ടെ. ഈശോ അവസാന അത്താഴ സമയത്ത് തൊട്ടടുത്തിരിക്കുന്നത് ആരാന്നറിയോ? യൂദാസാണ്. അവന്റെ മനസ്സെങ്ങനെയാണ്? എന്നാൽ ഇപ്പുറത്തിരിക്കുന്ന ആരാന്നറിയോ? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ മനസ്സെങ്ങനെയാണെന്നറിയോ? നാളെ നീ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണ്, നീയാണ് എന്നെ ഒറ്റുന്നവൻ, എങ്കിലും എൻ്റെ മനസ്സ് നിന്നോട് വിദ്വേഷമില്ല. അതാണ് യേശു ക്രിസ്തുവിന്റെ മനസ്സ്. ഞാൻ നിനക്കും മുറിച്ചു തരും. ഞാൻ എന്ത്? എൻ്റെ കയ്യിലിരിക്കണ അപ്പം മുറിച്ചിട്ട് പറഞ്ഞു, യൂദാസേ, ദിസ് ഈസ് മൈ ബോഡി ഗിവൺ ഫോർ യു, ടേക്ക് ദിസ്, ഈറ്റ് ഇറ്റ്. ആ മനസ്സാണ് പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ദൈവത്തിന്റെ മനസ്സാണ് ഒരു മനുഷ്യന്റെ മനസ്സ്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും അവനോട് കറച്ചൊരു വാക്ക് പറയാതെ അവനെ അപ്പം മുറിച്ചു കൊടുക്കുന്ന മനസ്സുണ്ടല്ലോ പ്രിയമുള്ളവരെ, അത് നമുക്ക് കിട്ടിയാൽ അതാണ് സ്വർഗം, അതാണ് ജീവിതത്തിന്റെ സായുജ്യം. അത് കഴിഞ്ഞു മറ്റൊരു കാര്യം കൂടെ, ഈശോ പിന്നെ പോകുന്നത് ഗെത്സമനയിലേക്കാ. അവിടെ വെച്ച് തൻ്റെ കൂടെ ഉറ്റ സുഹൃത്തെന്ന് കരുതുന്ന മനുഷ്യൻ, ഏറ്റവും കൂടുതൽ താൻ സ്നേഹിച്ച പത്രോസ് അറിയില്ല 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 എന്ന് പറയുമ്പോ യേശു ക്രിസ്തുവിന്റെ മനസ്സിൽ എന്താണ് ചെന്നെത്തിയത്? എന്നിട്ടും യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റിട്ട് ആ മനസ്സ് നോക്ക് പ്രിയമുള്ളവരെ, പത്രോസിനോട് ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ? പത്രോസ് പറഞ്ഞു, ഉവ്. അല്ല, ശരിക്കും സ്നേഹിക്കുന്നുണ്ടാ? ഉവ്. പത്രോസ് വിചാരിച്ചത്, യേശു ക്രിസ്തുവിന്റെ നോട്ടം കണ്ടപ്പോ പത്രോസ് വിചാരിച്ച ചോദ്യം അതല്ല. പത്രോസ് വിചാരിച്ചത്, ചിലപ്പോ പത്രോസ് ചാടി പറഞ്ഞു കാണും, കർത്താവിനെ കണ്ട വശം, അല്ല ആ സമയത്താണ് ഞാൻ പറഞ്ഞു പോയിട്ട് അറിയില്ലാന്ന്, അതിപ്പോ എന്ത് ചെയ്യാ, ഞാൻ ചോദിച്ചില്ലല്ലോ. യേശു ക്രിസ്തു ചോദിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അവന് അന്ത്യാവോളം അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. യേശു ക്രിസ്തു ചോദിച്ചില്ല പ്രിയമുള്ളവരെ. എന്ത്? നീ എന്നെ തള്ളി പറഞ്ഞുല്ലേ, എനിക്ക് മനസ്സിലായിട്ടാ നിന്നെ പറഞ്ഞില്ല. അതാണ് മനസ്സ്, ദൈവത്തിന്റെ മനസ്സ് അതാണ് പ്രിയമുള്ളവരെ. തന്നെ തള്ളിപ്പറഞ്ഞവനോട് യേശു ക്രിസ്തു എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ കൊടുത്തേ കയ്യിൽ നിനക്ക്, ഇത് നിന്റെ താക്കോലാണ്, ഏത് സ്വർഗത്തിന്റെ താക്കോലാണ്, കയ്യിൽ വെച്ചോ. ഞാൻ തള്ളി പറഞ്ഞ ആളാണ്, അതൊക്കെ എനിക്ക് മനസ്സിലായത്. നീ കൈകള് കാട്ടിയാൻ ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ലേ, അത് നിന്റെ കയ്യിലാ തരണത്, സ്വർഗത്തിന്റെ താക്കോല്. കരയില്ലേ പത്രോസ്? അന്ന് തൊട്ട് കരഞ്ഞതാ. എന്താ കാരണം എന്നറിയോ? യേശു ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് ചെന്ന് തറച്ച സ്നേഹത്തിന്റെ അമ്പ് കൊണ്ട് പത്രോസ് കരഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ തള്ളിപ്പറഞ്ഞ് നീ എൻ്റെ കയ്യിലാണോ താക്കോല് ഏൽപ്പിക്കണത്? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഒരു ആശ്രമത്തിലെ സന്യാസികൾ, ഒരു ശ്രേഷ്ഠന്റെ കഥ. ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല സന്യാസികള്. ഒരു ദിവസം സന്യാസി ഇങ്ങനെ നടക്കുമ്പോ ഈ ആശ്രമത്തിന്റെ ഒരു മതിലിന്റെ അടുത്ത് ഒരു സ്റ്റൂള് കിടക്കണ്. അപ്പോ സന്യാസി നോക്കിയത്, എന്താ ഇവിടെ ഒരു സ്റ്റൂള്? ഒരു ആശ്രമത്തിലെ ഒരു സന്യാസി ആ സ്റ്റൂളുമ്മ കയറി മതിൽ ചാടി പുറത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതിലെഴുതുകയാണ്, ആ സ്റ്റൂൾ എടുത്ത് മാറ്റിയിട്ട് ഈ ആശ്രമത്തിലെ സന്യാസ ശ്രേഷ്ഠൻ അവിടെ കുനിഞ്ഞിരുന്നു. കുറെ കഴിഞ്ഞപ്പോ പുറത്തു പോയ സന്യാസി മതിൽ ചാടി ഈ സ്റ്റൂളുമ്മ ചവിട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ, ഇതെന്തത്ര സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റൂള്. നോക്കിയപ്പോ ആരാണ്? ആശ്രമത്തിന്റെ അധിപൻ. അങ്ങോട്ട് ചവിട്ട് കിട്ടി അയാൾ പോയപ്പോ ആശ്രമത്തിൽ തന്നെ എഴുന്നേറ്റ് ആളുടെ സ്ഥലത്തേക്ക് പോവുക. അപ്പൊ ഈ ശിഷ്യൻ നോക്കാണ്, ഒന്നും മിണ്ടിയില്ല, ഒരിക്കലും മിണ്ടിയില്ല. പക്ഷേ ആ ചാടിപ്പോയനുണ്ടല്ല, പിന്നെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ മനസ്സിതാണ്. ഈ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ഏത് പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും പ്രിയമുള്ളവരെ. ഏത് പ്രതിസന്ധികളും നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകാം. ഞാൻ രണ്ട് കാര്യം പറഞ്ഞു, യൂദാസിന്റെയും പത്രോസിന്റെയും. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളാ. എത്ര പേര് ചതിച്ചവര് ഇരിക്കണില്ലേ? സുഹൃത്താണെന്ന് പറഞ്ഞവൻ ആവശ്യം വന്നപ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കേടാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കുണ്ടായി, ഏറ്റവും വലിയ നന്മ മനുഷ്യനാണ് പറയും. നമ്മളാണ് ഈ ലോകത്തിന്റെ വാല്യൂ. രൂപയുടെ വാല്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വിഷമം. രൂപയുടെ വാല്യൂ അങ്ങോട്ട് കുറഞ്ഞ പോട്ടെ, മനുഷ്യന്റെ വാല്യൂ കൂടട്ടെ.
മനുഷ്യന്റെ വാല്യൂ കുറയുന്നതിനെ കുറിച്ച് ആർക്കും വിഷമില്ല. മനുഷ്യന്റെ വിഷമം, മനുഷ്യന്റെ വാല്യൂ അല്ലേ കൂടേണ്ടത്? ചെന്ന് നോക്ക് നിങ്ങൾ ഗുരുവായൂര്, രൂപയുടെ മൂല്യം കുറയണമെന്ന് കാണാം. ഈ വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ച് വളർത്തിയ 5 മക്കൾ വാല്യൂ ഇല്ലാണ്ടായപ്പോ ആ അമ്മേനെ കൊണ്ട് അമ്പലനടയിൽ തള്ളിയിട്ടിരിക്കണോ? രൂപയുടെ മൂല്യം കൂടണമോ മനുഷ്യന്റെ മൂല്യം കൂടണമോ? പ്രിയമുള്ളവരെ, രൂപയുടെ മൂല്യം ഇല്ലാണ്ടാവട്ടെ എന്ന് ഞാൻ പറയാ. മനുഷ്യനാണ് ഏറ്റവും വലിയ മൂല്യം. മനുഷ്യനെ മറന്നാൽ ദൈവത്തെ മറന്നതുപോലെയാണ് പ്രിയമുള്ളവരെ. അത് ഏത് ജാതി എന്ന് നോക്കാതെ, സ്ത്രീയാണോ പുരുഷനെന്ന് നോക്കാതെ, സമ്പന്നനാണോ ദരിദ്രനാണോ നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, ഇതൊരു ദേവാലയ അന്തരീക്ഷമാണ്. ഇത് ഹാർവസ്റ്റാണിത്. ഹാർവസ്റ്റ് ചെയ്യണം. ദൈവത്തിന്റെ സ്നേഹം കൊയ്ത് കൊയ്ത് കട്ടകളാക്കി കെട്ടി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ഈ ലോകത്തെ നന്മകൾ നിറയ്ക്കാൻ നിങ്ങളുടെ ഹൃദയത്തിന്, എൻ്റെ ഹൃദയത്തിന് സാധിക്കുള്ളൂ. നമ്മൾ കൊടുക്കുന്ന തുട്ടുകളല്ല, നിങ്ങൾ ആ തുട്ട് തരുന്ന മനുഷ്യന്റെ മനസ്സാണ് ദൈവം കാണുക. 2 ചെമ്പ് തുട്ടുകൾ ഇട്ടില്ലേ ആ വിധവ? ധാരാളം പണമിട്ട മനുഷ്യരുണ്ടായിരുന്നു. ആ വിധവയുടെ ചെമ്പ് തുട്ടുകൾ ആ നേർച്ച പാത്രത്തിന്റെ അടിയിൽ തട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ യേശുക്രിസ്തു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് സമർപ്പണം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മൾ എന്തു കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രിയമുള്ളവരെ, ഏത് മനസ്സോടുകൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. കസാൻജി സാക്കിസിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എതിരൊരു സ്ത്രീ വരുന്നു. ആ സ്ത്രീയുടെ തലയിലൊരു കൂടയുണ്ട്. ആ കൂടയിൽ നിറയെ അത്തിപ്പഴങ്ങളാണ്. ഈ സ്ത്രീ ഈ മനുഷ്യന്റെ മുമ്പിൽ എത്തിയപ്പോ ഈ കൂട ഇറക്കി വെച്ച് 2 അത്തിപ്പഴം എടുത്തിട്ട് ഇയാളുടെ നേരെ നീട്ടി. അയാൾ ഈ സ്ത്രീയെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, മനസ്സിലായില്ല? അല്ല, 2 അത്തിപ്പഴം മനസ്സിലായി, പക്ഷെ നിങ്ങളെ മനസ്സിൽ ഞാൻ നേരത്തെ പരിചയമൊന്നും ഇല്ലല്ലോ. പരിചയമൊന്നും വേണ്ട, ഈ അത്തിപ്പഴം അല്ല, നമ്മൾ മുമ്പ് പരിചയമുണ്ടോ? പരിചയമില്ലടോ. താനൊരു മനുഷ്യനാണോ? അതെ, ഞാനൊരു മനുഷ്യനാണ്. ഈ അത്തിപ്പഴങ്ങളെ വാങ്ങിച്ചാൻ 2 അത്തിപ്പഴം തരാൻ താനൊരു മനുഷ്യനായാൽ മതി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോ അത് ആരാണെന്ന് നോക്കും. പക്ഷേ യേശുക്രിസ്തു കുരിശിൽ കിടന്ന് തന്റെ പ്രാണൻ പോകുമ്പോ പോലും തന്റെ വലതു ഭാഗത്ത് കിടക്കുന്ന കള്ളനോട് നിന്റെ ജാതി ഏതാടാ, തറവാട് ഏതാടാ, എത്ര വരെ പഠിച്ചണ്ടാ ചോദിച്ചില്ല. പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ കൂടെയാടാ മോനെ, നീ പറുദീസയിലേക്ക് വരണേന്നാണ് പറഞ്ഞേ. ആ സ്നേഹമാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തില്. ആ സ്നേഹമാണ് ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതെ പോയിട്ടുള്ളത്. ഭാര്യനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്, മക്കളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെവിടെ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കും. മക്കളെ സ്നേഹിച്ചിട്ട് ഗുരുവായൂർ നടക്കണ കാര്യം ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചിട്ട് ബോധം കെടാണ്ടിരുന്നോളോട്ടാ. മക്കളെ സ്നേഹിച്ച ആ അമ്മയ്ക്ക് ഇപ്പൊ അവിടെ വനിതാ കമ്മീഷനാണ് പോലീസ് എടുത്ത് നിന്നിട്ട് ചോദിക്കണത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് കേടായാൽ കൊട്ടാരത്തിൽ താമസിച്ചിട്ടും കാര്യമില്ല. കൊട്ടാരത്തിൽ താമസിച്ച ഹെരോദോസ്, അവന്റെ മനസ്സ് കേടായിരുന്നു. അവൻ രാജാവായി കൊട്ടാരത്തിൽ ഇരുന്നിട്ട് യേശുക്രിസ്തുവിനെ കൊല്ലാൻ, 2 വയസ്സിനും താഴെയുള്ള കുട്ടികളെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച ഹെരോദോസ് കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായി? അവസാന കാലത്ത് ഭ്രാന്ത് പിടിച്ചോടി നടന്നിട്ടല്ലേ മരിച്ചത്. മനസ്സാണ് നന്നാക്കേണ്ടത്. നമ്മുടെ വീട് പണിയുന്നതിന് മുൻപ് നമ്മുടെ മനസ്സ് പണിയണം പ്രിയമുള്ളവരെ. നമ്മളെ ദ്രോഹിച്ചവരുണ്ട്, ചതിച്ചവരുണ്ട്, പല രീതിയിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ മനസ്സ് കേടാക്കരുത്. യേശുക്രിസ്തു കുരിശിൽ കിടന്നിട്ട് തന്റെ പ്രാണൻ പോകുമ്പോഴും തന്റെ താഴെ നിന്ന് തന്നെ അധിക്ഷേപിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും മനസ്സിലെ കളങ്കം വെച്ചില്ല. ഒരു മനുഷ്യന് പറ്റും പ്രിയമുള്ളവരെ, അതൊക്കെ മനുഷ്യന് പറ്റും. മറ്റൊരു കാര്യം, ഇന്ന് മനുഷ്യന്റെ മനസ്സ് കേടായിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ എന്താ എഴുതി വെച്ചിരിക്കണമെന്നറിയോ? ഈ ഹാർവസ്റ്റിന്റെ സമയത്ത് ഓർക്കണം. മനുഷ്യനെ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനെ കണ്ട് വേദനിച്ച വാക്കുകളാണ്. മനുഷ്യന്റെ ഹൃദയത്തിലെ ഭാവനയും ചിന്തയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണ് എന്ന് കണ്ട് ദൈവം പരിതപിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചു എന്നാണ് പ്രിയമുള്ളവർ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മുഖാന്തരം നമ്മുടെ സൃഷ്ടാവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ സൃഷ്ടാവായ ദൈവം സന്തോഷിക്കണം പ്രിയമുള്ളവരെ. ഒരിക്കലും ഒരു ഗുരു തൻ്റെ 2 ശിഷ്യന്മാരോട് കൂടെ യാത്ര പോവാണ്. പാടത്ത് വരമ്പത്ത് കൂടെ പോണ വഴിക്ക് ഒരു ശിഷ്യൻ നോക്കുമ്പോൾ വരമ്പത്ത് 2 ചെരുപ്പിരിക്കണു. അപ്പോ
ഒരു ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു നമുക്കൊരു കാര്യം ചെയ്യാം. എന്തണ്ടാ? അല്ല, 2 ചെരുപ്പ് കൂടി ഇരിക്കണ്ടല്ലോ. ഉവ്, ആ ചെരുപ്പിന്റെ ഉടമസ്ഥനോടെ പാടത്ത് നിന്ന് കളക്കുന്നുണ്ട്. ഉവല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, അതിലൊരു ചെരുപ്പ് എടുത്തിട്ട് നമുക്ക് ഒളിച്ചു വെക്കുക. അതെന്തിനാ അത്? അല്ല, അവ വന്നിട്ട് ഈ ചെരുപ്പ് കാണാണ്ട് ഇങ്ങനെ കിടന്ന് തപ്പുമ്പോ നല്ല രസമുണ്ടാവും കാണാൻ. ഗുരു ചോദിച്ചു, എൻ്റെ മോനെ, നീ എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് കിട്ടിയത്? ഗുരു പറഞ്ഞു, നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണേ? എടാ മോനെ, നീ ആ ചെരുപ്പ് കാണുമ്പോ ചെളിയില്ല ചെരുപ്പുമേ. ഉവ്, നിനക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ? ആ 2 ചെരുപ്പ് എടുത്ത് ആ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ആ വരുമ്പം ഒന്ന് വെച്ചിട്ട് നീ ഒന്ന് മറിഞ്ഞു നിന്നോക്കിയാൻ. പണിയെടുക്കണ ആള് വന്നിട്ട് ഈ ചെരുപ്പ് കാണുമ്പോ, ഹൈ, ഇതെങ്ങനെ ആരപ്പത് കഴുകിയത്? എന്തൊരു സന്തോഷം ഉണ്ടാവണ്ട മുഖത്ത് കാണാൻ. അതത്ര രസം ഉണ്ടാവില്ല. ഇതാണ് പ്രിയമുള്ളവരെ മനുഷ്യൻ. ഇന്ന് മനുഷ്യന് മറ്റുള്ളവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും നമ്മൾ അവരോട് കൂടെ, അതല്ലേ പറയുക, കരയുന്നവരോട് കൂടെ നമ്മൾ കരയണം പ്രിയമുള്ളവരെ. സന്തോഷിക്കുന്ന, ഇത് ഹാർവെസ്റ്റ് ആണ്, സന്തോഷിക്കുന്നവരോട് നമ്മൾ സന്തോഷിക്കണം. പക്ഷെ കരയുന്നവരോടുകൂടെ കരയാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. MT വാസുദേവൻ നായരുടെ പെരുന്തച്ഛനുണ്ടല്ലോ, അതിൽ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഓർക്കണം. എന്താണ്? മരം വെട്ടാനായിട്ട് കാട്ടിൽ ചെന്നപ്പോൾ മകൻ മഴുവെടുത്ത് മരത്തിലേക്ക് ഓങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, വരട്ടെ മോനെ, നീ ആ മരം വെട്ടാൻ വരട്ടെ. മരം വെട്ടുന്നതിന് മുൻപ് ഈ മരം നിൽക്കുന്ന ഭൂമിയോട്, ഈ കാടിനോട് ചോദിക്കേ, ഈ മരം ഒന്ന് വെട്ടട്ടെ. പോരാ, അത് കഴിഞ്ഞാൽ നീ ആ മരത്തിന്റെ ചില്ലകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികളോട് ചോദിക്കേ, ഞാൻ മരം വെട്ടിയാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവോ? വേഗം ഒന്ന് പറന്നു പോ, എനിക്കൊന്ന് വെട്ടാനാണ്. പോരാ, ആ മരത്തിന്റെ ഇലകളോട് ചോദിക്കേ, നീ മരം വെട്ടിയാൽ ആ ഇലകളൊക്കെ വാടി നാളെ കൊഴിഞ്ഞു വീഴും. ചോദിക്കൂ ഇലകളോട്, ഞാനൊന്ന് വെട്ടട്ടെ, എന്നിട്ടേ നീ വെട്ടാവൂ. പ്രിയമുള്ളവരെ, മനുഷ്യരോട് കാണിക്കേണ്ട കാരുണ്യത്തെ, മരത്തിനോട് കാണിക്കേണ്ട കാരുണ്യത്തെ അല്ല അവിടെ വിവരിച്ചത്. നാം ഒരു മനുഷ്യനോടൊരു വാക്ക് പറയുമ്പോൾ അവന്റെ മനസ്സ് വേദനിക്കുമോ എന്ന് നമുക്ക് തോന്നണം. ഖുറാനിലൊരു കാര്യം എന്നോടൊരു മൗലവി പറയുകയുണ്ടായി. ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന്, അതായത് നമുക്കൊരു പഴം കഴിക്കാൻ കിട്ടി, ആ പഴം കഴിച്ചിട്ട് തൊലി പോലും നിലത്തിടരുത്. അപ്പൊ എന്താ തൊലി നിലത്തിട്ടാല്? അല്ല, ആരെങ്കിലും വഴുക്കി ചവിട്ടി താഴെ വീഴുന്നുള്ള അതല്ല അച്ചോ, തൊലി അവിടെ ഇടരുത്. എന്താ കാര്യം? തൊലി അവിടെ ഇട്ടാലേ ഒരു പഴം പോലും കിട്ടാൻ കഴിവില്ലാത്ത വിശക്കുന്ന ഒരു മനുഷ്യൻ നീ തിന്ന തൊലി അവിടെ കിടക്കണ കണ്ടാൽ അവന്റെ മനസ്സിലൊരു വിഷമം വരും. എന്ത്? അല്ല, അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല, വിഷമായി. ആ വിഷമം പോലും അവനെ കൊടുക്കാൻ നീ ഇടയാക്കരുത്. എത്ര സനാതനമാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ഓരോ മതങ്ങളും മനുഷ്യനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുമോ? പറ്റും പ്രിയമുള്ളവരെ. സത്യമായിട്ടും ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവം പറയുന്നത്, സത്യമായിട്ടും ദൈവത്തിന്റെ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റും. ഈരാറ്റുപേട്ടയിൽ ഞാൻ പോയപ്പോ ജോഷി എന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വിളിച്ചൊരു, ഫാദറെ, ഈ അവയവദാനത്തിന്റെ സമ്മതപത്രം വായിക്കാൻ പോയതാ, എൻ്റെ വീട് ഒന്നൊരു വരണം. എന്തണ്ട, എൻ്റെ ഭാര്യനും മക്കളും ഒന്ന് കാണാനാ. എന്താ പ്രത്യേകിച്ച്, ഒന്ന് വായിച്ചോ. ഞാൻ അവിടെ ചെന്നു. അച്ചോ, 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയും മക്കളും കൂടെ ഞാനൊരു കല്യാണത്തിന് പോയിട്ട് കാറിൽ യാത്ര ചെയ്യാ. പെരുമ്പാവൂര് വെച്ചിട്ട് എൻ്റെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അച്ഛാ. ചെന്നിടിച്ചു, വണ്ടി ഇടിച്ചു. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ആശുപത്രിയിലാ. എൻ്റെ ഭാര്യയെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിഞ്ഞില്ല, മുഖമൊക്കെ വികൃതമായി. 2 കുട്ടികൾക്ക് ഫ്രാക്ചർ, എനിക്ക് ഫ്രാക്ചർ. ഒരു 6 മാസം ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു. അന്ന് ഞാൻ ആലോചിച്ചു, ആരാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്? ആർക്കും അറിയില്ല. ആരൊക്കെയോ എത്തിച്ചു. അന്ന് മുതൽ അച്ചോ, ഞാൻ എൻ്റെ പ്രധാന മുറിയിലെ യേശുവിൻ്റെ രൂപത്തിൻ്റെ താഴെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ അപ്പൻ, മരിച്ചുപോയ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പടം വെച്ചിട്ട് മക്കളോട് പറയും, മക്കളെ, ആ അപകടത്തിൽ നമ്മളെ രക്ഷിച്ചത് ആരാണെന്നറിയോ? മരിച്ചുപോയി നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തിന്റെ സന്നിധി അർപ്പിച്ച പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടതാ. എല്ലാ ദിവസവും കോയിൻ കൊടുത്തിട്ട് മക്കളെ കൊണ്ട് ആ ചെപ്പിലിടിക്കും. എന്നിട്ട് ആ ചെപ്പിലെ കാശ് നിറയുമ്പോ ആ കാശ് എടുത്ത് അവൻ ലഡു വാങ്ങിക്കും. ലഡു വാങ്ങിച്ചിട്ട് ആ ആക്സിഡന്റ് സംഭവിച്ച ദിവസം അവൻ കാറിൽ തൻ്റെ മക്കളെയും ഭാര്യയും കൂട്ടി ആക്സിഡന്റ് നടന്ന പെരുമ്പാവൂര് സ്ഥലത്തെത്തും. എല്ലാവരും ബേസിൽ നിറച്ച് ലഡു പിടിച്ചു നിൽക്കും. വഴി പോണ ആൾക്കാരോടൊക്കെ, ഹലോ, ഒരു ലഡു. എന്തത്? ലഡു തിന്നോളൂ. എന്താണ്? അല്ല, എനിക്ക് ഇവിടെ വെച്ചൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നേ. ഉവ്, അതിലിപ്പോ എന്താ ലഡു? അത് ലഡു കഴിച്ചു താൻ. ആ ലഡു ആരെന്നെ രക്ഷപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും കിട്ടുമ്പോൾ, കുറെ ആൾക്കാർക്ക് കിട്ടുമ്പോൾ അതിലൊരാൾക്ക് എന്നെ രക്ഷപ്പെടുത്തിയ ആളുണ്ടാവും. അങ്ങനെ ലഡു കൊടുക്കണമെന്ന് എല്ലാ വർഷവും പോയിട്ട് ഞാനിതെൻ്റെ പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട്,
അച്ഛനാ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടിയച്ചോ. ഭയങ്കര കാര്യമായി അത് അച്ഛൻ പറഞ്ഞത്. എന്താ പ്രശ്നം? ആ ഡേറ്റ് ഏതാച്ചാ? ഏത് ഡേറ്റ്? ആ ലഡു കൊടുക്കുന്ന ഡേറ്റ്. ശരി. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് കാര്യം പറഞ്ഞാലും മനുഷ്യൻ എന്താ അറിയണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അതാണ് മനുഷ്യൻ. ഒരു കാര്യം ലോകത്ത് നടക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് നന്മയാണ് പ്രിയമുള്ളവരെ പകർന്നെടുക്കേണ്ടത്? രാമായണം ഉണ്ടായത് നിങ്ങൾക്കറിയാലോ. മനസ്സിനെ കുറിച്ചും മനോഭാവത്തെ കുറിച്ചാണ് നമ്മൾ പറയുക. ഇതൊരു ഹാർവസ്റ്റാണ്. നിങ്ങളുടെ മനസ്സുകളെ കൊയ്ത് കേട്ടെന്ന് കരുതിയിട്ട് ഞാൻ പറയുക. ഒരു കാട്ടാളൻ ആ വഴിയിൽ നിന്ന് വഴിപ്പോക്കരൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അവരെ കയ്യിലൊക്കെ തട്ടിപ്പറിച്ചിട്ട് തൻ്റെ ഭാര്യയും കുട്ടികളും തീറ്റിപ്പോറ്റും. ഭാര്യയും കുട്ടീനും തീറ്റിപ്പോറ്റുണ്ട്. പക്ഷേ ഒരു സന്യാസി വന്നപ്പോൾ ചോദിച്ചു, നീ എന്താ ഞങ്ങളുടെ മക്കെട്ടുകാരനെ? എൻ്റെ ഭാര്യയും കുട്ടികളും തീറ്റിപ്പോറ്റണം. അതിനെന്താ ഞങ്ങളുടെ മക്കെട്ടുകാരനെ? അല്ലടിപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാ? മോനെ, നീ ചെയ്ത ചെയ്തികളുടെ ഒക്കെ ശിക്ഷ നിന്റെ ഭാര്യയും മക്കൾക്കും കിട്ടുന്നു തോന്നുന്നുണ്ടാ? പിന്നെ അവർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യണേ. ചെന്ന് ചോദിക്കടാ. അങ്ങനെ അവൻ വീട്ടിലേക്ക് വിട്ടു. അവനെ ത്രേസ്യാമ്മ ആവില്ലാത്ത പേര്, ഞാൻ ഒരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ത്രേസ്യാമ്മ എങ്ങനെയുണ്ട്? ഞാനിങ്ങനെ കുറെ അക്രമമൊക്കെ ചെയ്തിട്ടാണ് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ആയിക്കോട്ടെ, ഇപ്പം എന്താ പ്രശ്നം? അല്ല, ഞാൻ ചെയ്ത പാപത്തിനൊക്കെ നിനക്കൊരു ഷെയറ്. എന്ത് ഷെയറ്? അല്ലെ, പാപത്തിന്റെ ശിക്ഷയില് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കാശ് കൊണ്ടാൽ മതി. ഞാൻ ചോറും കൂട്ടാനൊക്കെ ചോദിച്ചാലോ, വേറെ കാര്യം എനിക്കൊന്നും അറിയില്ല. അപ്പൊ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. തിരിച്ചു വന്നു ഈ കാട്ടാളൻ. സന്യാസി ചോദിച്ചു, എന്ത് പറഞ്ഞടോ? അവർക്കൊന്നും പങ്കില്ല എന്ന് പറയണേ. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇപ്പൊ എന്താ പരിപാടി? ഞാൻ വീട്ടിൽ പോകണില്ല. എന്താ? ഇവിടെ ഇരിക്കുക. ആളവിടെ ഇരുന്ന് ചതിൽ പിടിച്ചൊരു പുറ്റായി. അങ്ങനെയാണ് ഈ വാൽമീകി ഉണ്ടായത്. അവിടെ ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും ഇവിടെ ഇരുന്ന് പുറ്റായിട്ട് പോവരുത്. ഞാൻ പറഞ്ഞയുടെ കാര്യം, ആ മനുഷ്യന്റെ മനസ്സിലെ മാറ്റം വന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നന്മ നഷ്ടപ്പെട്ടു പോയാൽ, APJ അബ്ദുൽ കലാം കണ്ടല്ലോ. ഞാൻ ഡൽഹി പോയി എപ്പോഴും കയറി ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വീട്ടിൽ പോകും ഞാൻ. ഈ മാനവകാരുണ്യ യാത്രയായിട്ട് കാസർഗോഡ് തിരുവനന്തപുരം യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ ഈ കേരളത്തിലെ ആദ്യത്തെ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന പത്രം, സമ്മതപത്രം എൻ്റെയാണ് ഞാൻ കൊടുത്തത്. എന്താ കാരണം? നമ്മൾ ഒരു കാര്യം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടേ പ്രസംഗിക്കാവൂ. പ്രസംഗിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം അത് ചെയ്യണം. എൻ്റെ അവയവദാന സമ്മതപത്രം APJ അബ്ദുൽ കലാമിന്റെ കയ്യില് ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് കൊടുത്തിട്ടേ ഞാൻ കാസർഗോട്ടേക്ക് പോയിട്ടുള്ളൂ. കൊടുക്കുമ്പോൾ നിങ്ങളോട് 10 കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ 100 കൊടുത്തിട്ടേ നിങ്ങളോട് 10 കൊടുക്കാൻ പറയാൻ പാടുള്ളൂ. അല്ലാണ്ട് 10 50-50 അത് വേണ്ട. ഞാൻ 100 കൊടുക്കുക, എന്നിട്ട് പറയാം നീ 10 കൊടുക്കടാന്ന് പറയാ. ഞാൻ ആ സമ്മതപത്രത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ മരണശേഷൻ്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാനും ഇനി എങ്ങനെ മരിക്കാൻ നമുക്കറിയില്ല. അല്ലാത്തൊരു മരണമാണെങ്കിൽ എൻ്റെ ഈ ശരീരം മെഡിക്കൽ കോളേജിലെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ എഴുതി കൊടുത്തിട്ടാണ് ഞാൻ അവയവങ്ങൾ മറ്റുള്ളവരോട് ദാനം ചെയ്യാനായിട്ട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എൻ്റെ അഭിയുന്ന പിതാവ് തൊട്ടടുത്തിരിപ്പുണ്ട്. അത് കഴിഞ്ഞു പിതാവ് ചോദിച്ചു, ഞാനും കൊടുക്കട്ടെ അച്ഛോ? അച്ഛൻ പിതാവും കൊടുത്തു. അങ്ങനെ സമ്മതപത്രം പിതാവും കൊടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനിത് ചെയ്തു? ഈ ലോകത്തിലെ നമ്മുടെ സമ്പത്ത് കൊണ്ടൊന്നും ഒരാളെ സ്വാധീനിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. സമ്പത്തൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ വെറും മണ്ണാങ്കട്ടയായിട്ട് കടലാസുകളായിട്ട് തോന്നും. പ്രിയമുള്ളവരെ, ICU എന്ന് പറഞ്ഞ സ്ഥലം കണ്ടണ്ട, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ കിടക്കണ ആൾക്കാരോട് ചോദിച്ചു നോക്ക്, ഇപ്പൊ എന്തോരുണ്ട് സ്വർണത്തിന് എന്താ വില? മിണ്ടാണ്ട് മനുഷ്യന് ഓക്സിജൻ കുടിക്കാൻ നിൽക്കണത് സ്വർണത്തിന്റെ വില. അയാൾ പറയും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, സ്വർണത്തിന്റെ വില എന്നോട് ചോദിക്കാൻ നിൽക്കണേ. ആൾക്കറിയണ്ട. ആൾക്ക് എന്താ അറിയേണ്ടത്? ഓക്സിജൻ തായോ, ഓക്സിജൻ തായോ, ഓക്സിജൻ തായോ. വേറെ ഒന്നും വേണ്ട, ഓക്സിജൻ കിട്ടിയാൽ മതി. എനിക്ക് മനുഷ്യനും ശ്വാസം മുട്ടിയിട്ട് കിടക്കണേ. അവിടെ കിടക്കുമ്പോഴുണ്ടല്ല സ്വർണത്തിന്റെ വില അറിയണ്ട. ഇപ്പൊ ഈ സ്ഥലത്തിന് എന്ത് വിലയുണ്ട് അതറിയണ്ട. പിന്നെ ഭാര്യയുടെ വിശേഷം അറിയണ്ട, മക്കളുടെ അറിയണ്ട, ഭർത്താവിന് ഒന്നും അറിയണ്ട. അവിടെ കിടക്കുമ്പോ ഈ ICU എന്ന് പറഞ്ഞ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അർത്ഥം ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത്. നമ്മൾ വിചാരിക്കുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് അല്ല. അതിന്റെ അർത്ഥം ICU എന്ന് പറഞ്ഞു നോക്കിയാൽ ICU അതാണ് സംഭവം. അതായത് ദൈവത്തെ കാണണ സ്ഥലമാണ് ഏത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ ഡോക്ടറെ കാണുമ്പോഴും ഇതാണോ ദൈവം? അല്ലേ. നേഴ്സിനെ കാണുമ്പോഴും ഇതാണോ ദൈവം? എല്ലാവരും കണ്ടാലും ദൈവത്തെ പോലെ തോന്നും. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ തോന്നില്ല കേട്ടാ. അത് ICU വരുമ്പോ കാണിച്ചു തരാട്ടാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ അപ്പുറത്തെ ആൾക്കാർ നോക്കുമ്പോ ഇതെന്തൊരു ദൈവം തോന്നും. പക്ഷെ നിങ്ങൾ ICUലേക്ക് വന്ന് നോക്കിയാൽ എല്ലാവരെ കണ്ടാലും, ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് പല പ്രാവശ്യം അവിടെ പോകേണ്ട വന്നിട്ടുണ്ടേ. കാരണം ഈ അവസാനത്തെ ഒപ്രിശമിക്കൊക്കെ പോവല്ലോ, എന്താ കിടക്കണ കിടപ്പ്. ഒരു വിശുദ്ധന്റെ മുഖം പോലെ കിടക്കണേ. കണ്ടു കഴിഞ്ഞാൽ ഒരു വിദ്വേഷമില്ല, വെറുപ്പില്ല,
ഒരു ദുർവിചാരങ്ങളില്ല. എന്തൊരു കിടപ്പ് സംഭവം. മരിക്കണമെങ്കിൽ ICUല് കിടന്ന് മരിക്കണം കേട്ടാ. കാരണം എന്ന് വെച്ചാല് അവിടെ കിടന്ന് മരിക്കാന്ന് പറഞ്ഞാൽ സംഭവം വളരെ സുഖാണ്. AC ആണെന്ന്. നമുക്ക് വീട്ടിൽ കിടന്ന് മരിക്കുന്ന നേരത്തൊക്കെ വല്ലൊരു AC ഇട്ട് തരുമോ? ഇല്ല. അതാ പറഞ്ഞത്, മരിക്കണമെങ്കിൽ ICUല് കിടന്ന് മരിക്കണം. പിന്നെ അവിടെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരുങ്ങി മരിക്കാം. കാരണം വെച്ചാൽ ഇപ്പോ നമുക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം. ഇവിടെ അത് വേണ്ട. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരും. എവിടേക്ക്? ഇങ്ങോട്ട് വരും. സൗകര്യമല്ലേ? നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അവിടെ കിടക്കണ സമയത്തുണ്ടല്ലോ, നിങ്ങൾക്ക് സമാധാനമുള്ള സ്ഥലം ഞാൻ ഒരെണ്ണം കണ്ടിട്ടുള്ളത് ICU ആണ്. അവിടെ സമാധാനം കവിഞ്ഞൊഴുകയാണ്. നമ്മൾ കിടക്കുന്ന സമയത്ത് നേഴ്സുമാർ വന്നിട്ട് ചോദിക്കും, പൊന്തിച്ചു വെക്കണ കുറച്ച് ഇത് മതിയാ, കുറച്ച് താത്ത്, എന്തര താത്താം എന്തര പോത്താം ഒക്കെ അവർ തയ്യാറാ. നമ്മുടെ വീട്ടിലൊക്കെ കിടന്ന് മരിക്കുന്ന സമയത്ത് ഈ മോളെ ഒരു തലോണ ഈ പള്ളയിൽ വെച്ചൻ, ഈ തള്ളക്ക് ഇപ്പൊ തലേ പള്ള മിണ്ടാടി കിടന്ന് മരിയൊക്കെ അവിടെ കിടക്ക്. അതാ പറഞ്ഞത്, വീട്ടിൽ മാക്സിമം ICUല് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നാൽ സുഖമാണ് കേട്ടാ. അവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കണത് കിട്ടും. ആണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കാണ്, എന്താ വേണ്ട ചേട്ടന്? ഒരു കരിക്ക്. അപ്പോഴേക്കും ആ ഗേറ്റ് ഇതുണ്ടല്ല, ICUവിന്റെ വാതിൽ തുറന്നിട്ട് ചോദിക്കും, ആ രാഘവന്റെ ആൾക്കാര്? ഇപ്പൊ ഞങ്ങളാണ്. 2 കരിക്ക്. എന്നിട്ട് 2 കരിക്ക്, ഒരെണ്ണാൾക്കും ഒരെണ്ണിക്കും. അപ്പൊ ഒരെണ്ണം ചോദിച്ചാൽ 2 കിട്ടുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് മരിക്കുന്നത് കരിക്ക. ആരാണ്? അപ്പൊ അതാ പറഞ്ഞത്. ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്തിനു തമാശയായിട്ട് പറഞ്ഞെന്നറിയോ? ഏതെങ്കിലും കാലത്ത് നിങ്ങൾ അവിടെ കിടക്കണത് വരുമ്പോ ഈ തമാശ ഓർത്തോട്ട് സമാധാനമായിട്ട് അവിടെ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമുക്ക് അറിയില്ല ഇപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മളവിടെ എത്തുമെന്ന് അറിയില്ല. അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നതാണ്. ഞാൻ അവിടെ ചെല്ലണ സമയത്ത് ദൈവമേ ഇല്ല വിഷമിക്കണ്ട. അവിടെ ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അവിടെ കിടക്കുമ്പോ മനസ്സിലെ ടെൻഷൻ വരാൻ പാടില്ലട്ടാ. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന 2 ആൾക്കാരിൽ ഇവിടെ ഇരിക്കണത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സിനിമ വിജയിക്കണത് എപ്പോഴാണെന്നറിയോ? തുടക്കത്തിൽ കുറെ സ്റ്റണ്ടും പാട്ടുണ്ടാകുമ്പോൾ ആൾക്കാർ കൈയടിക്കും. പക്ഷേ അവസാനം കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ആൾക്കാർ എന്തൊരു ബോറടി ഇഷ്ടം എന്ന് പറയും. ജീവിതം കുറെ കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും. അവസാനം മക്കളെ വളർത്തി അവരെ 1 കോടി രൂപയുടെ ചെലവഴിച്ച് അവരെ പഠിപ്പിച്ച് എല്ലാം കഴിച്ചിട്ടുണ്ടല്ല. സിനിമയുടെ അവസാനത്തിൽ ഇറങ്ങി പോണ നേരത്ത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കാശ് പോയി ഇഷ്ടേ എന്ന് പറഞ്ഞ പോലെ ഈ ജീവിതത്തിൽ മക്കളെ വളർത്തി വലുതാക്കി കാശുണ്ടാക്കി ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അന്തോണിയേട്ടാ? കാശ് പോയി അച്ചോ എന്ന് പറയേണ്ട അവസ്ഥ വരരുതിട്ടാ. ക്ലൈമാക്സ് നന്നാവണമെന്ന്. സിനിമയുടെ ക്ലൈമാക്സ് നന്നായാലേ സിനിമ വിജയിക്കുള്ളൂ. അല്ലാണ്ട് തുടക്കത്തിൽ പാട്ടുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊരു 18 വയസ്സിലും 19 വയസ്സിലും കുറെ പാട്ടൊക്കെ പാടും. പക്ഷേ ക്ലൈമാക്സ്, അതാണ് ഈ ICU എന്ന് പറഞ്ഞത്. എൻ്റെ വാക്കുകൾ ചുരുക്കാം. എന്തായാലും നിങ്ങളുടെ ഈ ഹാർവസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ, ഞാൻ എല്ലാവരോടും പറയാം, നമ്മുടെ മനസ്സ് കുറെ നന്മ നിറഞ്ഞതാകണം പ്രിയമുള്ളവരെ. നന്മ നിറഞ്ഞൊരു മനസ്സ്. ദൈവത്തിന്റെ സന്നിധിയിൽ പള്ളിയിൽ പോകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയാണ്. എന്താണ്? എനിക്ക് കിട്ടണേ, തരണേ, ഇത് മാത്രമുള്ളൂ. പള്ളി പോയിട്ട് വല്ലവരും തരാം എന്ന് പറയാറുണ്ട്? ആരും പറയാറില്ല. അവിടെ ചെന്ന തരണേ തരല് മാത്രമുള്ളൂ. ഈ വലിയ പള്ളിയില് തിരുനാളൊക്കെ നടക്കുമ്പോ നേർച്ചപ്പെട്ടി ഉണ്ടല്ല, നേർച്ചപ്പെട്ടിട്ട് എടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളൊരു വിഷമം കണ്ടിട്ടുണ്ടാവും. എന്താണെന്നറിയോ? അവിടെ വരുമ്പോൾ ആൾക്കാർക്ക് നെഞ്ചത്ത് വേന വിഷമം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറ്. അവിടെ ചെല്ലുമ്പോൾ നേർച്ചപ്പെട്ടി എടുത്തുമ്പോൾ നേർച്ച ഇടാനായിട്ടുള്ളൊരു സമയമായി. എന്നിട്ട് പേഴ്സ് തുറന്നു. എന്നിട്ട് നേർച്ചയിലുള്ള കാശ് തപ്പാണ് ഒരാളിട്ടാ. നോക്കുമ്പോൾ അങ്ങോട്ട് തട്ടണം ഇങ്ങോട്ട് തട്ടണം. എന്താ വെച്ചാൽ 1000 തൊട്ട് അങ്ങോട്ട് മാറ്റി, 500 ഇങ്ങോട്ട് മാറ്റി, 100 അങ്ങോട്ട് മാറ്റി. ഈ നേർച്ചയിലുള്ള കാശ് തപ്പാണ്. അപ്പൊ എന്നിട്ട് കാണാണ്ടായി, നിന്റെ കയ്യിലുണ്ട് കാശ്? അയ്യോ എൻ്റെ കയ്യിലില്ല. പേഴ്സ് നിറച്ച് 10,000-15,000 രൂപ ഇരിപ്പുണ്ടല്ല. അല്ല, നേർച്ചയിടാനുള്ള കാശില്ല. അതായത് കാശ് ഇതിലുണ്ട്, പക്ഷെ നേർച്ചയിടാനുള്ള കാശില്ല. അത് 1 രൂപ കോയിനാണ് ഇതപ്പോഴേ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ഇത്രമാത്രം ദൈവം നമുക്ക് തന്നിട്ടും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഒരിത്തൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്ന് പറയാണ്, അച്ചോ നന്നായിട്ട് പ്രാർത്ഥിക്കണം അച്ചോ. എന്തിനാ? എൻ്റെ ബിസിനസ് ഒന്ന് നന്നാവാനാണ്. ഓ ശരി, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്താ നിന്റെ ബിസിനസ്? അതൊന്നും അച്ഛൻ അറിയണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. അതല്ലടാ, നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. നീ കാര്യം പറ, എന്താ നിന്റെ നിയോഗം? എന്താ നിന്റെ ബിസിനസ്? അച്ഛൻ പ്രാർത്ഥിക്കാം. ഭയങ്കര മോശപ്പോ ബിസിനസ്. ഞാൻ പ്രാർത്ഥിക്കാം, നീ കാര്യം പറ, എന്താ നിന്റെ ബിസിനസ്? അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഭയങ്കര മോശച്ച. ഞാൻ നിന്റെ കാര്യം ബിസിനസ് എന്താന്ന് പറയണ്ട, പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല. അല്ല, എൻ്റെ ബിസിനസ് അങ്ങനെ ഒരു വലിയ ബിസിനസ്. എന്താ നിന്റെ ബിസിനസ്? മോശനച്ച ബിസിനസ് പറയടാ.
എനിക്ക് ഈ ശവപ്പെട്ടി ഉണ്ടാക്കണ ബിസിനസ്സാണ് അച്ഛാ, അതിപ്പോൾ വളരെ മോശമാണ്. അപ്പം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലേ. അപ്പം അതാണ് മനുഷ്യൻ. അതായത് ആരെ ശവപ്പെട്ടിലാക്കിയാലും കുഴപ്പമില്ല, എൻ്റെ ബിസിനസ് നന്നാവണമെന്ന്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നദ്ധി ചെന്നാലേ ഇന്നു മുതലേ തരാന്ന് പറയാന്നൊരു തീരുമാനം എടുക്ക്. കൊടുക്കലാണ് പ്രിയമുള്ളവരെ സമ്പത്ത്. നമുക്ക് കിട്ടുന്നത് മുഴുവൻ നമുക്ക് ഭാരമായിട്ട് തീരുള്ളൂ. കൊടുത്തു നോക്കിയേ, കൊച്ചോസ് ചിറ്റലപ്പള്ളിയിൽ നിങ്ങൾ കേട്ടില്ലേ, അദ്ദേഹം 1000 കോടി രൂപയാണ് ഒരു വർഷം 1000-ൽ കൂടുതലായി ഇപ്പോ. പക്ഷെ അദ്ദേഹം സന്തോഷിക്കുന്നത് കോടികൾ സമ്പാദിക്കുന്നതിലല്ല. അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, ഫാദർ ഞാൻ കൊച്ചോസ് ചിറ്റലപ്പള്ളി. ഞാൻ പറഞ്ഞു ഓക്കെ, ഏത് ഹോസ്പിറ്റലാണ്, ആരാണ് കിഡ്നി തരുന്നത്? അച്ഛോ ഞാൻ കൊച്ചോസ് ചിറ്റലപ്പള്ളി. ഓക്കെ, തന്നെ വീട് എവിടെയാണ്? എനിക്കറിയില്ല. പലരും അച്ഛോ ഞാൻ വീഗാടിൻ്റെ. എന്താ കാര്യം? അച്ഛൻ കൊടുത്ത പോലെ ഞാനൊരു കിഡ്നിയെ കൊടുക്കാം ആർക്കെങ്കിലും. ഇന്ന് ആ മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷം പ്രിയമുള്ളവരെ, കിഡ്നി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞ എൻ്റെ അർത്ഥട്ടാ. അച്ഛൻ പറഞ്ഞ അങ്ങടണ്ടാ പറഞ്ഞേ, ആലോചിക്കണ്ട. ഇല്ല, നിങ്ങൾ ആരും കിഡ്നി കൊടുക്കണ്ട. നിങ്ങൾക്ക് ചട്നി ഇത്തിരി കൊടുത്തൂടെ? ചട്നി അതെങ്കിലും കൊടുക്കുക ആദ്യം, എന്നിട്ട് മതി അവസാനം കിഡ്നിയിലേക്ക്. ഒന്നും കൊടുക്കില്ല എന്നുണ്ടല്ലോ. ഒരു യാത്രയിലെ ഒരു ട്രെയിനിലൊരു യാത്ര നടക്കുക, കയ്യിലൊന്നും പോകാൻ പാടില്ല ആർക്കും. യാത്ര പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ചോദിച്ചു, തീപ്പെട്ടി ഉണ്ടാ? എന്തിനാ? വലിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വലിക്കലിടോ തോന്നുന്നു. അപ്പോൾ തൊട്ടടുത്ത് ചോദിച്ചു, തീപ്പെട്ടി കൊണ്ടുവന്നിട്ടില്ല. അയാൾ ആ കമ്പാർട്ട്മെന്റിൽ നടന്ന് എല്ലാവരോടും ചോദിക്കുക, തീപ്പെട്ടി ഉണ്ടോ? തിരിച്ചു വന്നപ്പോൾ അടുത്തിരിക്കുന്ന ആൾ കിട്ടിയ തീപ്പെട്ടി. എന്തൊരു മനുഷ്യരതൊരു തീപ്പെട്ടി പോലും കൈപിടിക്കാണ്ട് നടക്കണം മനുഷ്യരിട്ടാ. എന്താ ചെയ്യാ? അപ്പം എൻ്റെ തീപ്പെട്ടി തന്നെ എടുക്കാല്ലേ? ഒരു കൊള്ളി പോവാണ്ടിരിക്കാൻ നോക്കിയതാണ്. അതാണ് ബിസിനസ്. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്ടിരിക്കാൻ നോക്കണത് ഒന്നല്ല, എത്രമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും. ആ മനസ്സ്, ആ തുറന്ന മനസ്സുണ്ടല്ലോ, വാരിക്കോരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പണത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചുരുക്കം APJ അബ്ദുൽ കലാം ഈ ഇനാഗ്രേഷൻ ആയിട്ട് പോയിട്ട് 2 മാസം ഞാൻ ഫോണിൽ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്, ഫാദർ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരണം. ഞാൻ എന്താ കാര്യം? അബ്ദുൽ കലാം വരുന്നുണ്ട്. അബ്ദുൽ കലാമിനൊരു അവാർഡ്, ഇപ്പം നിങ്ങളൊരു അവാർഡ് തന്നില്ലേ, ഇതുപോലൊരു അവാർഡ് APJ അബ്ദുൽ കലാമിന് കാഞ്ഞിരപ്പള്ളി രൂപത കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണൽ ഹാർമണി അവാർഡ് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ ഫാദർ ആ വേദിയിൽ വരണം. ഞാൻ ചോദിച്ചു, എന്തിന് ഞാൻ വരണേ? അല്ല, അത് ആ വേദിയിൽ വെച്ചിട്ട് APJ അബ്ദുൽ കലാം ആ 1 ലക്ഷം രൂപ അച്ഛനാ തരണേ. എനിക്കാ? അതിപ്പോ അബ്ദുൽ കലാം നമ്മുടെ അമ്മായിയുടെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരും ഒരു ബന്ധമില്ലാന്ന്. അബ്ദുൽ കലാം ഞാനായിട്ട് എന്താ ബന്ധം? അപ്പം എനിക്ക് തോന്നി ആള് കാശല്ല തരണത്, അയാൾ തരണത് വേറെന്തോ സാധനമാണ്. ഞാൻ തീരുമാനം, ഞാൻ വരാം. ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഗിരിജ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി എൻ്റെ കാറിൽ കയറ്റി. ആ സഹോദരിയും കൊണ്ട് ഞാൻ യാത്ര പുറപ്പെട്ടു കാഞ്ഞിരപ്പള്ളിയിലേക്ക്. ആ സഹോദരി വിധവയാണ്, ഭർത്താവ് മരിച്ചുപോയി. മകന് കരൾ രോഗം, മകൾക്ക് കിഡ്നി രോഗം. മകന് കരൾ കൊടുക്കാൻ പോവുക, 25 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപയായിട്ടുള്ളൂ. ഞാൻ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. മകൾക്ക് കിഡ്നി കൊടുക്കണം. ഒരമ്മ, വീടില്ല, ഭർത്താവില്ല, എന്തു ചെയ്യും? ഞാൻ പറഞ്ഞ ചേച്ചി വണ്ടിയിൽ കയറ്. നേരെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെത്തി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവാർഡിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ മുമ്പിലിരിപ്പുണ്ട്. കം ഫാദറിനു എന്നെ വിളിച്ച വേദിയിലേക്ക് കയറ്റി. അബ്ദുൽ കലാമിന് അവാർഡ് കൊടുത്തു 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് 2 കാര്യം പറയാനുണ്ട്. പറയൂ ഫാദർ. എൻ്റെ കൂടെ ഒരു ഗിരിജ എന്നൊരു വിധവ വന്നിട്ടുണ്ട്. ആ വിധവ 4 ദിവസം കഴിഞ്ഞാൽ കരൾ മുറിച്ചു കൊടുക്കുക. 14 മണിക്കൂറാണ് പ്രിയമുള്ളവരെ മലന്ന് കിടക്കുക. ഈ കൂമ്പിന്ന് അങ്ങോട്ട് കീറിയാൽ ഈ പള്ള വഴിക്ക് അങ്ങോട്ട് പോകും. പൊളിച്ചു വെച്ച് 14 മണിക്കൂർ നീണ്ടെടുക്കുന്ന ശസ്ത്രക്രിയയിലൂടെ കരൾ മുറിച്ച് മകന് കൊടുക്കുന്ന ഒരു അമ്മ. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ 4 ദിവസം മുമ്പ് ഈ വയറ്റിൽ നിന്ന് പുറത്തു വന്ന 2 കുട്ടികളെ പൊക്കിള് കൂടി മുറിച്ചിട്ട് ആ വാക്കത്തി കൊണ്ട് എന്നെ കഴുത്ത് മുറിച്ച അമ്മയും ജീവിക്കുന്നുണ്ട് ഈ ലോകത്തിൽ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയമുള്ളവർ. ഇങ്ങനെയുണ്ട് മനുഷ്യരെ. സാധിക്കില്ലേ പ്രിയമുള്ളവരെ? സാധിക്കും, നമുക്ക് സാധിക്കും. ഞാൻ ആ അമ്മയെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഈ സഹോദരിക്ക് ഞാൻ 1 ലക്ഷം കൊടുക്കാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞു, വെരി ഗുഡ് ഫാദർ. ഞാൻ അവിടെ ചെല്ലവരോട് ഈ സഹോദരിയുടെ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, പത്രത്തിൽ എഴുതിയ സഹോദരങ്ങളെ, മനുഷ്യൻ അറിയട്ടെ, മനുഷ്യന്റെ കരുണ പ്രവഹിക്കട്ടെ. പിറ്റേ ദിവസം മീഡിയകളിലൊക്കെ വാർത്ത വന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഗിരിജ എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് 1,04 ലക്ഷം രൂപയാണ്. 3 ആഴ്ച കൊണ്ട്. മനുഷ്യരുണ്ട് പ്രിയമുള്ളവർ ഈ ലോകത്തില്. മനുഷ്യന്റെ മനസ്സില് ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൊടുക്കും നമ്മൾ. അത് ലാഭമാണ് എന്ന് നമുക്ക് തോന്നും. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു. 40 ലക്ഷം രൂപ ആ മകന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഗിരിജ എന്ന് പറയുന്ന ചേച്ചിക്ക് 25 ലക്ഷം രൂപ വീട് വാങ്ങിച്ചു കൊടുത്തു. 15 ലക്ഷം രൂപ ആ ചേച്ചിയുടെ ഡെപ്പോസിറ്റ് ഇട്ടു. ആ മകൾക്ക് 10 ലക്ഷം ഇട്ടു.
എൻ്റെ കയ്യിൽ 10 പൈസയില്ല, എനിക്ക് ബാങ്ക് അക്കൗണ്ടും ഇല്ല, ഒരു പ്രോപ്പർട്ടി ഇല്ല, അതിൻ്റെ ഒരു സുഖം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്ന് ആ സഹോദരിയുടെ കയ്യിൽ പണം എല്ലാം കൊടുത്തു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ സുഖം? ആ സഹോദരി അനുഭവിക്കുന്നതിനേക്കാൾ പരമസുഖത്തിലാണ് ഞാൻ, പരമസുഖത്തിലെ. എൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കലാണ്, ഞാൻ ചെയ്ത കാര്യം പറയലല്ല. നിങ്ങൾക്കും ആകാം പ്രിയമുള്ളവരെ. ജീവിതത്തിൻ്റെ സന്തോഷത്തിൽ കടന്നു വരാൻ നിങ്ങൾ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുശേഷം ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചിയെ 1 ലക്ഷം അബ്ദുൽ കലാം തന്നില്ലേ, അത് 2 ലക്ഷം ആക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരിക. 2 ലക്ഷം എൻ്റെ കയ്യിൽ ഞാൻ ഫെഡറേഷനിൽ വെച്ചിട്ടുണ്ട്. ഡൽഹി പോയപ്പോൾ ഞാൻ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ കഥ പറഞ്ഞു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ഭയങ്കര അത്ഭുതമാണല്ലോ ഫാദർ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇത്ര വലിയ ഫലം ഉണ്ടായോ? ഞാൻ പറഞ്ഞു, സാറ് അടുത്ത പ്രാവശ്യം കേരളത്തിൽ വരുമ്പോഴേ എന്നെ അറിയിച്ചോളൂ. എന്തിനാ? 1 ലക്ഷം തന്നത് 2 ലക്ഷമായിട്ട് അങ്ങോട്ട് തിരിച്ചു തരാനാണെന്ന്. അതെന്തിനാ? സാറ് 1 ലക്ഷം തന്നു, നമ്മൾ 2 ലക്ഷമായിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഞാനൊരു ചേച്ചിനെ കൊണ്ടുണ്ടാവട്ടാ. അതെന്തിനാ? ആ ചേച്ചിക്ക് 2 ലക്ഷം കൊടുക്കാൻ. എന്നിട്ട് അടുത്ത പ്രാവശ്യം താങ്കൾ വരുമ്പോൾ ആ 4 ലക്ഷം ആക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് തരാട്ടാ. പിന്നെ പ്രാവശ്യം വരുമ്പോൾ 8 ലക്ഷം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കും, എന്നും അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാണെങ്കിൽ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളുടെ ഈ സ്നേഹത്തിനും നിങ്ങളുടെ ഈ വലിയ കാരുണ്യ പ്രവാഹത്തിനും സന്തോഷമുണ്ട്. ഇതൊരു ഹാർവസ്റ്റ് ആകണം. നിങ്ങൾ കൊയ്ത് കയറ്റണം. നിങ്ങളുടെ മനസ്സുകളെ കഴുകി വൃത്തിയാക്കണം. മനുഷ്യരോട് കരുണ കാണിക്കാൻ എന്നെ നിങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയല്ല, ആ പ്രവൃത്തിയെയാണ് നിങ്ങൾ ആദരിച്ചതും സ്നേഹിച്ചതും. അങ്ങനെ ആദരിക്കുകയും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തന്ന തുകയുണ്ടല്ലോ, ഞാൻ ആരുടെയും അവാർഡ് വാങ്ങിച്ച ആ തുക ഞാൻ കൊണ്ടുപോകാറില്ല. ആ തുക ഇവിടെ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും കേട്ടല്ലോ, നിങ്ങൾ 10 ദറംസ് വെച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുക, ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കുക, ഈ തുകയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു കിഡ്നി രോഗി കഷ്ടപ്പെടുന്നു, അവൻ മരണത്തോട് മല്ലടിക്കുന്നു, അവൻ അത്ര അർഹതപ്പെട്ട വ്യക്തിക്ക് അത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊയ്ത് കയറ്റും പ്രിയമുള്ളവരെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ പൈസ ഞാനിവിടെ വെക്കുകയാണ്. എന്നെ കേട്ട എല്ലാവരും അച്ഛൻ്റെ കയ്യിൽ എനിക്ക് അത്രയൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിനുവേണ്ടി ദൈവം ഒരു മനുഷ്യനെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ആൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വേണം. ചെതൽ പിടിക്കാത്ത, കള്ളം കൊണ്ടുപോകാത്ത സമ്പത്ത് സമ്പാദിക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ മക്കൾക്ക് കൊടുത്തതിന്റെ കണക്കൊന്നും സ്വർഗരാജ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകില്ല. ഈ UAE-യിലെ നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നുള്ളത് സ്വർഗത്തിൽ എഴുതില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ സമ്പത്ത് സമ്പാദിക്കണം പ്രിയമുള്ളവരെ. മനുഷ്യന്റെ ഹൃദയമാണ് ബാങ്ക്. ഓരോ മനുഷ്യനും നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ അവന്റെ ഹൃദയത്തിൽ ചെന്നാൽ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഈശ്വരന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സന്തോഷമുണ്ട്, തികഞ്ഞ സന്തോഷമുണ്ട്. നിങ്ങളുടെ അവാർഡ് അത് നിങ്ങളുടെ സ്നേഹമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ UAE-യിൽ വന്നിട്ട് മലയാളികൾ ഇവിടെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, മലയാളിയുടെ മനസ്സ് തങ്ക മനസ്സാടോ. താങ്ക് യു വെരി മച്ച്.